നമസ്കാരം. സ്കൂട്ടറിലെ രാജാവാണ് ഹോണ്ട ആക്ടിവ. ഏത് ഗിയർലെസ് മോഡൽ വാങ്ങിയാലും നീ ആക്ടിവ വാങ്ങിയല്ലേ എന്നാണ് നാട്ടിലെ പൊതുവെയുള്ള ചോദ്യം. കൈനറ്റിക് ഹോണ്ടയ്ക്ക് ശേഷം രാജ്യത്ത് വിപ്ലവം കുറിച്ച മോഡൽ ഇപ്പോഴും ചൂടപ്പം പോലെയാണ് വിറ്റഴിയുന്നത്. ഗിയർലെസ് സ്കൂട്ടറുകളിലേക്ക് പുരുഷന്മാർ വരെ ആകൃഷ്ടരായത് ആക്ടിവയുടെ വരവോടുകൂടിയാണ്. ഇന്നത്തെ പല മോഡലുകളിലുമുള്ള മോഡേൺ ഫീച്ചറുകളൊന്നും ഇല്ലെങ്കിലും വിശ്വാസത്തിന്റെ പര്യായമായി ആക്ടിവയെ രാജ്യം കണക്കാക്കുന്നത് ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കളുടെ വിജയമാണ്. 2025 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ടോപ്പ് 10 സ്കൂട്ടറുകളുടെ പട്ടികയിൽ ഹോണ്ട ആക്ടിവ ഒന്നാമതാണ്. 2025 സാമ്പത്തിക വർഷത്തിൽ 25,20,520 യൂണിറ്റ് ആക്ടിവകൾ ഹോണ്ട വിറ്റഴിച്ചു. 2024 സാമ്പത്തിക വർഷത്തിൽ 22,54,537 യൂണിറ്റുകൾ മാത്രമായിരുന്ന സ്ഥാനത്താണിത്. ഇത് 11.80% വാർഷിക വളർച്ചയ്ക്ക് കാരണമായി. 2,65,983 യൂണിറ്റുകളുടെ അധിക വിൽപ്പന കമ്പനി നേടി. 2025 സാമ്പത്തിക വർഷത്തിലെ ടോപ്പ് 10 സ്കൂട്ടറുകളുടെ വിൽപ്പന ചാർട്ടുകളിൽ ഹോണ്ടയുടെ ആക്ടിവ ശ്രേണി മാത്രം മൊത്തം വിൽപ്പനയുടെ 41.33% വഹിക്കുന്നുവെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാം സ്ഥാനത്ത് ഈ പട്ടികയിലെ മൊത്തം വിൽപ്പനയുടെ 18.16% കൈവശം വെച്ച TVS ജൂപ്പിറ്റർ ശ്രേണിയിലുള്ള സ്കൂട്ടറുകളുണ്ട്. ജൂപ്പിറ്റർ വിജയത്തിന്റെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം വിറ്റഴിച്ച 8,44,863 യൂണിറ്റുകളെ അപേക്ഷിച്ച് 31.06% വാർഷിക വളർച്ച രേഖപ്പെടുത്തി. ഇത് വർഷം തോറും 2,62,422 യൂണിറ്റ് വിൽപ്പന വളർച്ചയ്ക്ക് കാരണമായി. 2025 സാമ്പത്തിക വർഷത്തിൽ 7,27,458 യൂണിറ്റുകൾ വിറ്റഴിച്ച സുസുക്കി ആക്സസ് മൂന്നാം സ്ഥാനം നേടി. അടുത്തിടെ അപ്ഡേറ്റ് ചെയ്ത 2025 ആക്സസും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വിറ്റ 6,34,563 യൂണിറ്റുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 14.64% വാർഷിക വളർച്ചയും 92,895 യൂണിറ്റുകളുടെ വോളിയം വളർച്ചയും ഉണ്ടായി. ഈ ലിസ്റ്റിലെ മൊത്തം വിൽപ്പനയുടെ 11.93% ആക്സസ് ആയിരുന്നു. 3,44,009 യൂണിറ്റുകളായിരുന്നു ഓലയുടെ റീറ്റെയിൽ വിൽപ്പന. അഞ്ചാമത്തെയും ആറാമത്തെയും സ്ഥാനങ്ങൾ TVS എൻടോർക്ക് 125ഉം ഹോണ്ട ഡിയോയും സ്വന്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 3,31,865 യൂണിറ്റുകൾ വിറ്റഴിച്ചപ്പോൾ 0.77% വാർഷിക വളർച്ചയോടെ എൻടോർക്ക് 3,34,414 യൂണിറ്റുകൾ വിറ്റു. 2,569 യൂണിറ്റുകൾ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഹോണ്ട ഡിയോ 3,21,220 യൂണിറ്റുകൾ വിറ്റഴിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 16.33% വാർഷിക വളർച്ച. 45,090 യൂണിറ്റുകൾ വിൽപ്പന നടത്തിയിരുന്നു. ഇലക്ട്രിക് സ്കൂട്ടറുകളായ TVS iQube, ബജാജ് ചേതക് എന്നിവ യഥാക്രമം 2,72,605 യൂണിറ്റുകളും 2,60,033 യൂണിറ്റുകളും വിൽപ്പന നടത്തി പട്ടികയിൽ 7ാം സ്ഥാനവും 8ാം സ്ഥാനവും നേടി. iQubeന്റെ വാർഷിക വളർച്ച 43.55% എന്നാൽ ചേതക് 124.89% വാർഷിക വളർച്ച നേടി. ഇത് ഈ പട്ടികയിലെ ഏറ്റവും ഉയർന്നതാണ്. ബജാജ് അടുത്തിടെ ഏറ്റവും താങ്ങാനാവുന്ന വിലയിലുള്ള 35 സീരീസ് വേരിയന്റായ ചേതക് 3503 പുറത്തിറക്കി. ഇത് വിൽപ്പന കൂടുതൽ വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. 9ാം സ്ഥാനത്ത് 2,29,019 യൂണിറ്റുകളുമായി സുസുക്കി ബർഗ്മാൻ ആണുള്ളത്. സുസുക്കി ബർഗ്മാൻ 27.10% വാർഷിക വളർച്ച രേഖപ്പെടുത്തി. 1,79,139 യൂണിറ്റുകളും 21.79% വാർഷിക വളർച്ചയും നേടിയ യമഹ റേ ZS-Rഉം 3.55% വാർഷിക വളർച്ചയോടെ 1,46,633 യൂണിറ്റുകളുമായി ഹീറോ പ്ലഷറും ഈ വിൽപ്പന പട്ടികയിൽ ഇടം നേടി.